ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുന്നു. നമുക്കൊക്കെ ഒരു കാവൽ മാലാഖയുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ നടക്കാനായിട്ട്, നന്മയുടെ വഴിയെ നമ്മളെ കൈപിടിച്ച് നടത്താനായിട്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയതാണ്. പക്ഷേ പലപ്പോഴും ഈ കാവൽ മാലാഖയെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ കാവൽ മാലാഖ എന്നോട് പറയുന്ന നന്മയുടെ വഴിയിലൂടെ നടക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. മാലാഖയൊക്കെ നമ്മൾ മാറ്റിവെച്ച് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ മാലാഖയെ മാറ്റിവെക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നതല്ല, മറിച്ച് എൻ്റെ കൂടെ കൊണ്ട് നടക്കാനായിട്ടാണ്. വിശുദ്ധിയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ ഈ കാവൽ മാലാഖ എന്നോട് പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, എൻ്റെ കൂടെ എൻ്റെ കാവൽ മാലാഖയെ കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്, അതോ മാലാഖയെ മാറ്റി നിർത്തി എൻ്റെ ഇഷ്ടമുള്ള ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഇന്നത്തെ വചനത്തിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ? ശിഷ്യന്മാരുടെ അടയാളം എന്താണത്? സ്നേഹം. നീ സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യനാണെന്ന് അതുമൂലം എല്ലാവരും പറയും. നിന്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടല്ലേ? എങ്ങനെയുള്ള സ്നേഹമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ്. ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും? സ്നേഹമുള്ളവരെ, ഈ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ പലരെയും വിളിക്കാറുണ്ട്, പലരോടും വർത്തമാനം പറയാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്? അവരിൽ നിന്ന് എനിക്ക് നേട്ടമുണ്ടാവണം. സ്നേഹമുള്ള ഇങ്ങനെയുള്ള സ്നേഹമല്ല ഈശോയുടെ ശിഷ്യന്മാരുടെ അടയാളം എന്ന് പറയുന്നത്. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. എങ്ങനെയാണത്? ഒന്നും പ്രതീക്ഷിക്കാതെ, സ്വാർത്ഥതയില്ലാതെ സ്നേഹം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കാനായിട്ട് പറ്റും. എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ അപരനെ സ്നേഹിച്ചാൽ ഒരിക്കലും എൻ്റെ സ്നേഹം പൂർണ്ണതയുള്ളതല്ല. ഞാൻ ഒരിക്കലും ക്രിസ്തു ശിഷ്യനാവുന്നില്ല, അവൻ്റെ മകനായിട്ട് മകളായിട്ട് തീരുന്നില്ല. ഈശോ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. സ്നേഹമുള്ളവരെ, ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ യഥാർത്ഥ മകനായിട്ട് മകളായിട്ട് തീരത്തുള്ളൂ. അവൻ്റെ ശിഷ്യനായിട്ട് തീരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹം ഉണ്ടായിരിക്കണം. ഞാനെന്ന ഭാവം വെടിയണം കേട്ടോ. സ്വാർത്ഥത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെയൊക്കെ നമുക്ക് വീഴ്ച സംഭവിക്കും, അവിടെയൊക്കെ നമുക്ക് കുറവുകളും പോരായ്മകളും സംഭവിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എപ്രകാരമാണ്? സ്വാർത്ഥത നിറഞ്ഞ മനോഭാവത്തോടുകൂടി എൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ ആരെയും സ്നേഹിക്കാതിരിക്കാനായിട്ട്, അവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ നന്മ കണ്ടുകൊണ്ട് ഈശോ സ്നേഹിച്ചതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള കാവൽ മാലാഖയുടെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധമായ പാതയിലൂടെ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.